പരിശുദ്ധ മറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഏറ്റവും വിശുദ്ധമായ ഒരു പാരമ്പര്യം കൂടെയുണ്ട്. വിശുദ്ധ ജോസഫിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പാരമ്പര്യം. 1 കൊറിന്ത്യസ് 7-ാം അധ്യായം 37 മുതൽ 38 വരെ തിരുവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ നാളുകളിൽ യഹൂദ ജനതയിൽ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. തൻ്റെ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതെന്ന്. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിലാണ് മനസ്സ് വയ്ക്കുക. അപ്പോൾ ജഡികമായ ചിന്തയോടുകൂടെ വചനത്തെ സമീപിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള കന്യാത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പലപ്പോഴും ഉണ്ടാവുക. കന്യാത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ കാരണം ജഡിക കാര്യങ്ങളോടുകൂടെ, ജഡിക മനസ്സോടുകൂടെ വചനത്തെ സമീപിക്കുമ്പോഴാണ്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം ചേർത്ത് പറയുന്നു: ഗർഭം ധരിക്കുന്നതിന് മുമ്പ് മറിയം കന്യകയായിരുന്നു, ഗർഭം ധരിച്ചപ്പോൾ മറിയം കന്യകയായിരുന്നു, പ്രസവിച്ചപ്പോൾ അവൾ കന്യകയായിരുന്നു, പ്രസവിച്ചതിന് ശേഷവും അവൾ കന്യകയായിരുന്നു. അങ്ങനെ AD 649 ലാട്രൻ സൂനഹദോസ് ദൈവമാതാവ് നിത്യ കന്യകയായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് വാസ്തവം പറഞ്ഞാൽ മിശിഹായുടെ ജനനം അവിടുത്തെ അമ്മയുടെ കന്യാത്വത്തിൻ്റെ സമഗ്രതയ്ക്ക് ഒരു വിധത്തിലുള്ള മങ്ങലും ഏൽപ്പിച്ചില്ല. പകരം അത് കൂടുതൽ പവിത്രീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സഭയുടെ ആരാധനക്രമത്തോട് ചേർന്നുകൊണ്ട് നമുക്കും മറിയത്തെ നിത്യകന്യകയായി നമുക്കും ബഹുമാനിക്കാം. ആ നിത്യകന്യകയുടെ പക്കലേക്ക് നമുക്കും ചെന്ന് പ്രാർത്ഥിക്കാം: അമ്മേ, വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ മരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയിൽ അമ്മ കാത്തുകൊള്ളണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്കും അമ്മയെ സമീപിക്കാം.